ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ സഹോദരിയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാവ് ഞാൻ അറിയും. പറയും, ഇനിയും പറയും. സഹോദരിയോടുള്ള നിങ്ങളുടെ സ്നേഹം വെറും പൊള്ളയാ. അത് നിങ്ങളുടെ വാക്കിലെ കാപട്യം മാത്രമാണ്. അതിനൊരു ആത്മാർത്ഥതയില്ല. എന്റെ അനിയത്തോട് എനിക്കുള്ള സ്നേഹം നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിന്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചു തരാം. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടെന്ന് ഉപദ്രവിക്കുന്ന വെറും ലോക്കൽ ഗുണ്ട അല്ല ഞാൻ. പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് നിന്നെ ഇവിടെ വരുത്താൻ വേണ്ടി മാത്രമാ. ആ കുഞ്ഞിനെ ഞാൻ തിരിച്ചു തരാം. പക്ഷേ അതിനു മുമ്പൊരു ചടങ്ങുണ്ട്. എന്ത് ചടങ്ങ്? എന്റെ കവിളത്ത് ആദ്യമായിട്ടൊരു പെണ്ണിന്റെ കൈ പതിക്കുന്നത് ഇന്നാണ്. അതെനിക്ക് ഉള്ളിൽ വല്ലാതെ നൊന്തു. അതിന് നിനക്കൊരു ചെറിയ ശിക്ഷ. ഗർഭിണിയായതുകൊണ്ട് മാത്ര നിനക്ക് ഈ സൗജന്യം. ഇല്ലെങ്കിൽ എപ്പോഴേ നീ തീർന്നേനെ. എന്റെ ആവണി മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെ പോലൊരുത്തന്റെ കാല് പിടിക്കാനും എനിക്ക് മടിയില്ല. കാല് പിടിക്കണ്ട, പക്ഷേ കാല് കഴുകി തരണം. എന്താ പറഞ്ഞ? എന്റെ കരണത്ത് നീ അടിച്ചതിന് പകരമായിട്ട് ആ കൈകൊണ്ട് എന്റെ കാല് നീ കഴുകി തരണം. അങ്ങനെ ചെയ്താ നിനക്ക് ഞാൻ ആവണി മോളെ തിരിച്ചു തരാം. ആവണി മോൾക്ക് വേണ്ടി എന്തും ചെയ്യാന്ന് പറഞ്ഞതല്ലേ? എന്താ ഇത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ ആവണി മോളെ നീ മറന്നേക്കും. ദേ ഇരിക്കുമല്ലോ വെള്ളം, ചെന്നെടുത്തോണ്ട് വാ. ശരി, നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് എന്റെ ആവണി മോളെ കാണണം. അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവളെ നേരിട്ട് കാണാതെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്റെ മോളെ നിങ്ങൾ അപകടപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് എന്താ ഉറപ്പ്? ഞാൻ പറയുന്നത് വിശ്വസിക്കാം. അവൾ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ കാല് കഴുകിയാൽ മാത്രം നിനക്ക് അവളെ തിരിച്ചു കിട്ടും. എന്ത് ചെയ്തിട്ടായാലും എന്റെ ആവണി മോളെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം. തൽക്കാലം ഇയാളുടെ കാല് കഴുകിയിട്ടായാലും വേണ്ടില്ല, ആവണി മോളെ ഇവിടെ നിന്ന് രക്ഷിക്കണം. എന്നാ തുടങ്ങല്ലേ? സമയം വൈകും തോറും കുഞ്ഞിനെ തിരിച്ചു കിട്ടാനും വൈകും. അമ്പാനെ, ഇതിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചോ. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് കാണാനാ ഒരു രസം. ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റൂ. ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നിലും എടുത്ത് ചാടരുത്. കൃത്യമായിട്ട് ബെഡ് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും അബോർഷൻ സംഭവിക്കാം.